എല്ലാരും പറയുന്ന എങ്ങനെയാ താഴേന്ന് ഏറ്റവും മേളിലെത്തി, അതിന്റെ ഇടയ്ക്കത്തേത് നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കത്തില്ല. ഒരു സംരംഭം തുടങ്ങുന്നത് 13ാമത്തെ വയസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. സാധാരണ പെൺകുട്ടികളാണ് ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ചെയ്യുന്നത്. എനിക്ക് നമ്മൾ ഒരുപാട് ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്, എല്ലാത്തിന്റെ ഫൗണ്ടേഴ്സും ഇത് ഉണ്ടാക്കുന്നത് എല്ലാം പെൺകുട്ടികളാണ്. അതെങ്ങനെയാണ് നമ്മൾ ഒന്നും ചെയ്യാതെ നമുക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുന്നത്? എഞ്ചിനീയറിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടികളും നടപ്പുണ്ടായിരുന്നു. സപ്ലൈ ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. നമ്മൾക്ക് എവിടെ എത്താൻ പാടാന്നുള്ളത് മനസ്സിലായി. അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 18 വയസ്സായല്ലോ. അപ്പൊ അതിന്റെ ഒരു ധൈര്യത്തിൽ പോയെന്ന് ചോദിച്ചു. എല്ലാവരും തലയുടെ ചുറ്റും ഒരു വെള്ളവട്ടം വന്നു. എന്തോ അതിൻ്റെ അകത്തൊരു സാധനം പുള്ളിക്ക് അത് സ്ട്രൈക്ക് ചെയ്തു. എന്നിട്ട് ചോദിച്ചു എന്താ ചെയ്യുന്നത്, എന്തിനാണിത്. കുറെ സ്റ്റോറി കേട്ടപ്പോ ആയാലും 100 രൂപ ഇൻവെസ്റ്റ്മെന്റിലും 1000 കോടി ടേൺ ഓവർ എത്തി. അങ്ങനെയൊക്കെ 20,000 രൂപ ഉണ്ട് എനിക്ക്. അപ്പൊ അതും കൂടെ ആയപ്പോ കോൺഫിഡൻസ് അങ്ങ് മണ്ടയിലെത്തി. നമ്മളെ പൈസയുടെ പേരിൽ കുറെ സ്ഥലത്ത് നമുക്ക് ഒരടി കിട്ടും. എല്ലാത്തിന്റെ അടിസ്ഥാനം പൈസയാണ്. ജീവിതവേഗം അടുത്തൊരു അവസ്ഥയായി പോയത്. എങ്ങനെ പോകുന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാൻ നിർത്തേക്കാന്ന് ഓർത്തി. നമ്മൾ ആ കോൺഫിഡൻസ് ഒക്കെ നേരെ താഴോട്ടങ്ങായി. എളുപ്പത്തിൽ വേണേൽ പറയാം അവന് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വേണേൽ പറയാം, പക്ഷെ അവനെ അറിയത്തുള്ളത് എങ്ങനെ ആക്കി എന്നുള്ളത്.